രൂക്ഷമായ കുടിവെള്ളക്ഷാമം മരട് നഗരസഭയ്ക്ക് മുമ്പിൽ കുണ്ടന്നൂർക്കാരും പൗരസമിതി ധർണ നടത്തി. കുണ്ടന്നൂരിലെ 2ാം ഡിവിഷനിലെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം 48 ദിവസമായിട്ടും അധികാരികൾ ശ്രദ്ധ ചെലുത്താത്തതിൽ പ്രതിഷേധിച്ചാണ് കുണ്ടന്നൂർക്കാരും പൗരസമിതിയുടെ നേതൃത്വത്തിൽ മരട് നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തിയത്. പ്രദേശവാസികളായ നിരവധി സംഘടനാ പ്രതിനിധികളും നാട്ടുകാരും ധർണയിൽ പങ്കുചേർന്നു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ധർണാ സമരം കുണ്ടന്നൂർക്കാരും പൗരസമിതിയുടെ പ്രസിഡന്റ് ശ്രീ യേശുദാസ് കോലോത്തും വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി കൺവീനറും പൗരസമിതി സെക്രട്ടറിയുമായ സുജിത്ത് ഇലഞ്ഞുമറ്റം സമരത്തിന് സ്വാഗതം. നഗരസഭാ അങ്കണത്തിൽ സമരങ്ങൾ നടത്തുവാൻ അനുവദിക്കില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയുടെ സെക്രട്ടറി ധർണാ സമരത്തിന് മുമ്പിൽ വന്ന് തടയാൻ ശ്രമിച്ചത് പ്രതിഷേധങ്ങൾക്ക് കാരണമായി. തുടർന്ന് സെക്രട്ടറി അറിയിച്ചതിനെ തുടർന്ന് മരട് പോലീസിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. സമരത്തിന്റെ മുന്നിലൂടെ ചെയർമാനും ഭരണകക്ഷി കൗൺസിലർമാരും വാട്ടർ അതോറിറ്റി സിഇയെ ഉപരോധിക്കുന്ന സമരത്തിന് പോയത്. ധർണാ സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തി. തങ്ങളെ ഒന്ന് അഭിസംബോധന പോലും ചെയ്യാതെയാണ് കടന്നുപോയത് എന്നാണ് സമരത്തിന് വന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും പറഞ്ഞത്. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരില്ല, ഞങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടിയാണ് ഇവിടെ സമരം ചെയ്യുന്നത് എന്നും കുണ്ടന്നൂർക്കാരും പൗരസമിതി അംഗങ്ങൾ അറിയിച്ചു. പ്രതിപക്ഷങ്ങളാകട്ടെ സമരക്കാരെ അഭിസംബോധന ചെയ്ത ശേഷമാണ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ ഉപരോധിക്കാൻ വേണ്ടി പോയത്. ധർണാ സമരത്തിൽ കുണ്ടന്നൂർക്കാരും പൗരസമിതി പ്രവർത്തകരായ ഷമീർ സയ്യിദ്, രഞ്ജിത്ത് AB, സോം സൈവർ, ഹിൽസൺ, അഖിൽ P, AM മോഹനൻ, 2020 മരട് ഏരിയ പ്രവർത്തകൻ CB മഹേശൻ, AIADMK മരട് ഏരിയ പ്രവർത്തകൻ KT വേണു, പ്രതിപക്ഷ കൗൺസിലർമാരായ CR ഷാനവാസ്, ദിഷ പ്രതാപൻ എന്നിവർ സംസാരിച്ചു. പൗരസമിതി കമ്മിറ്റി അംഗം രാധൻ അമ്പലപ്പള്ളി ധർണയ്ക്ക് നന്ദി രേഖപ്പെടുത്തി. ദിവസത്തോളമായി കുണ്ടന്നൂർ പ്രദേശത്ത് പ്രത്യേകിച്ച് 2ാം ഡിവിഷനിൽ ഒരു തുള്ളി വെള്ളം വന്നിട്ട് നിരവധി സമരങ്ങൾ നമ്മൾ നടത്തി. പലരും ചോദിച്ചു മുനിസിപ്പാലിറ്റിയിലേക്ക് മാർച്ച് നടത്തിയിട്ട് എന്തിനാണെന്ന്. നമ്മൾ വാട്ടർ അതോറിറ്റിയിലേക്ക് ഇവിടുത്തെ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടത്തി, അവിടെ ഉപരോധം നടത്തി. ഏതാണ്ട് 3 മണിക്കൂറോളം നമ്മുടെ പ്രവർത്തകർ അവിടെ കുത്തിയിരുന്നു. അതിനുശേഷം ഒരു ഉറപ്പ് നൽകി അന്ന് വൈകുന്നേരം വെള്ളം വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ സമരസമിതി അവിടെ നിന്ന് പിരിഞ്ഞു പോരുകയും വീട്ടിൽ വന്നതിന് ശേഷമോ മണിക്കൂറുകളോ ദിവസങ്ങളോ ആയിട്ടോ വീണ്ടും വെള്ളം ലഭിച്ചില്ല. ഒരു തുള്ളി വെള്ളത്തിനായിട്ട് ഈ കൊടും വർഷക്കാലത്ത് പോലും അലയുന്നൊരു അവസ്ഥയാണ് കുണ്ടന്നൂർ 2ാം ഡിവിഷൻ ഉണ്ടായിരിക്കുന്നത്. പലരും ഇത് രാഷ്ട്രീയ പകപോക്കലാണ്, ജലക്ഷാമം ഇല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സമരത്തെ കെട്ടി അടച്ചുപൂട്ടുവാൻ ശ്രമിച്ചു. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. അവിടെ ഒന്ന് വന്നു നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ സമരം ഇങ്ങോട്ട് നടത്താനുള്ള കാരണം, നമ്മളൊരു ഉപരോധം വാട്ടർ അതോറിറ്റിയിൽ നടത്തിയിട്ട് ഈ മുനിസിപ്പാലിറ്റിയിലെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയോ ഹെൽത്ത് വിഭാഗമോ ആരെങ്കിലും ഈ കാണയിൽ പൊട്ടി ഒലിച്ചു കിടക്കുന്ന പൈപ്പിനെ കുറിച്ചൊരു ചോദ്യമോ വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചു പറഞ്ഞിട്ട് അതൊരു അടിയന്തരമായി നന്നാക്കാനുള്ള നടപടിയെടുത്തിട്ടില്ല. നമ്മുടെ വീട്ടില് ഒരു ചിരട്ടയിൽ വെള്ളം കിടന്നാൽ പോലും വന്ന് കമത്തിക്കളയുന്ന ആരോഗ്യ വിഭാഗം ഇവിടെയുണ്ട്. നല്ല കാര്യം തന്നെ. പക്ഷേ ഈ കുണ്ടന്നൂരിലേക്കുള്ള പൊതു പൈപ്പ് കാണയിൽ പൊട്ടിയൊലിച്ച് ഈ 11 മാസത്തോളം കിടന്നിട്ട് തിരിഞ്ഞു നോക്കാൻ ഇവിടുത്തെ ഹെൽത്ത് വിഭാഗത്തിന് ആവുന്നില്ല. അമിതമായി പ്രഷറിൽ പമ്പ് ചെയ്താൽ മാത്രമേ ഈ ഡിവിഷനുകളിലേക്ക് വെള്ളം വരുള്ളൂ. കാരണം കാണ കവിഞ്ഞ് വേണം അടുത്ത ജമ്പ് ചെയ്ത് പൈപ്പിലേക്ക് വെള്ളം വരാൻ. അത്രയും ശോചനീയാവസ്ഥയിലായി പോയിട്ടും അതെന്താണെന്ന് നോക്കാൻ പോലും ഇവിടുത്തെ സെക്രട്ടറിക്കോ ചെയർമാനോ നേരമുണ്ടായില്ല. ഈ സമരം ഇന്നിങ്ങോട്ട് വരുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചെയർമാനും പുതിയൊരു പ്രഖ്യാപനം നടത്തി. ഇവിടുന്ന് കൗൺസിലർമാരെല്ലാരും കൂടി ഇതേ സമയത്ത് തന്നെ ഇവിടുന്ന് മാറിക്കളയാൻ, അതായത് എറണാകുളം വാട്ടർ അതോറിറ്റിയിലേക്ക് അവര് ഇപ്പൊ പോയിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ഇത്രയും 48 ദിവസം ഉണ്ടായിട്ട് ഇവർക്ക് വാട്ടർ അതോറിറ്റിയിലേക്ക് പോകാൻ നേരം കിട്ടിയില്ല. ഇന്ന് ഈ സമരവുമായി ഇവിടെ എത്തുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവര് വാട്ടർ അതോറിറ്റിയിലേക്ക് പോയത്. ഇവിടെ സമരം ഇവിടെ പുറത്ത് നിന്ന് ചെയ്യണമെന്നാണ് ഇവിടെ സെക്രട്ടറി വന്ന് അപേക്ഷിക്കുന്നത്. ഇതില് ഈ ഒരു പ്രശ്നം നടന്നിട്ട് വന്ന് നോക്കാൻ ഈ സെക്രട്ടറിക്ക് നേരമില്ല. ഇപ്പൊ വെള്ളമില്ലാണ്ട് പറഞ്ഞ് ജനങ്ങള് മുനിസിപ്പാലിറ്റിയിലെത്തി ഇറങ്ങിപ്പോന്ന് പറയാൻ നേരമുണ്ട് സെക്രട്ടറിക്ക്. ഇത്രയും ദിവസവും ഇറങ്ങിപ്പോവാൻ പറഞ്ഞെങ്കിൽ ഇവിടുന്ന് മാറുന്നില്ല, പോലീസിനെ വിളിച്ച് ഞങ്ങൾ നീക്കാവുന്നതാണ്. ഇന്ന് തന്നെ ഈ കൗൺസിലർമാരെ വിളിച്ച് വാട്ടർ അതോറിറ്റിയിലേക്ക് സമരം നടത്തുവാൻ ആ തോന്നിയ ബുദ്ധി അവിസ്മരണീയം തന്നെ. കാരണം ഈ കൗൺസിലർമാർ ഇതിലാരും പങ്കെടുക്കരുതല്ലോ. ഇവിടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് പോരാടുന്നതെന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇത്തരം ജനകീയ സമരങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെടേണ്ടി വന്നത്. ഇപ്പോൾ പലയിടത്തും പൈപ്പ് പൊട്ടി വെള്ളം ഒലിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. 3-4 സ്ഥലത്ത് അവർ പൈപ്പ് മാറ്റി, എന്നിട്ടും വെള്ളം വരുന്നില്ല. ഇന്നലെ 11 മണിക്ക് എന്തായാലും നിങ്ങൾക്ക് വെള്ളം വരുമെന്നാണ് ഞങ്ങളുടെ കൗൺസിലർ പറഞ്ഞത്. അതും ഒരു പാഴ്വാക്കായി തന്നെയാണ് ഇരിക്കുന്നത്. 11 മണി തുടങ്ങി പൈപ്പിന്റെ മുന്നിൽ നമ്മളുടെ അമ്മമാരും പെങ്ങന്മാരും എല്ലാം വെള്ളത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. വെള്ളമില്ല.
കുടിവെള്ളമില്ലാതായിട്ട് 48 ദിവസം എന്ന് പറഞ്ഞാൽ മരട് മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റിക്ക് അവാർഡ് കിട്ടി എന്ന് പറഞ്ഞ ചെയർമാന്റെ മുനിസിപ്പാലിറ്റിയാണ്. കഴിഞ്ഞ ദിവസം വാട്സാപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ മരടിന്റെ പലയിടത്തും ചെയർമാന്റെ വലിയ പോസ്റ്ററുകൾ തന്നെ വെച്ചിട്ടുണ്ട് മന്ത്രി അവാർഡ് കൊടുക്കുന്നത്. ആ മുനിസിപ്പാലിറ്റിയിലാണ് കുടിവെള്ളമില്ലാതെ ഇത്രയും ജനങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ വന്ന് കേഴുന്നത്. ഇത്രയും ദിവസമായിട്ടും ഇത്രയും ക്ഷമയോടുകൂടി പ്രവർത്തിച്ചു പോകുന്ന ഈ 2ാം വാർഡിലെയും 15ാം വാർഡിലെയും ബുദ്ധിമുട്ടുന്ന ജനങ്ങളെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. പ്രിയപ്പെട്ട സെക്രട്ടറി, അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വന്ന് അഭിമാനത്തോടുകൂടി സ്വീകരിക്കേണ്ട ആണ് ചെയ്യേണ്ടത്. ഞങ്ങൾ ഓഫീസിനകത്ത് കയറിയിട്ടില്ലല്ലോ, ഞങ്ങൾ ഓഫീസിനകത്ത് കയറി പ്രവേശിച്ചിട്ടില്ലല്ലോ. ഇവിടെ എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച് ഈ കൊള്ളരായ്മക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു. അന്നൊന്നും സെക്രട്ടറി പുറത്തേക്ക് മാറാൻ പറഞ്ഞില്ലല്ലോ. ധൈര്യമുണ്ടെങ്കിൽ സെക്രട്ടറി പോലീസിൽ വിളിക്കൂ, ധൈര്യമുണ്ടെങ്കിൽ പോലീസിൽ വിളിച്ച് ഞങ്ങളെ മാറ്റൂ. ഞങ്ങളിവിടെ നിന്ന് മാറാൻ തയ്യാറല്ല. കാരണം ഇത് ജീവിത പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. പ്രിയപ്പെട്ട സരസന്റെ അച്ഛൻ മരിച്ചു. ആ ഡെഡ് ബോഡി കുളിപ്പിക്കാൻ പോലും വെള്ളമില്ലാതിരുന്നു. നിങ്ങൾക്കറിയാമോ? ചെയർമാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെയർമാൻ്റെ വീടാണ് ഈ 2ാം വാർഡിലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സെക്രട്ടറിയുടെ വീടാണ് ഈ 2ാം വാർഡിലെങ്കിൽ ഇങ്ങനെ ഞങ്ങളോട് പുറത്തേക്ക് പോകാൻ പറയുമോ? ഇതിനൊരു പരിഹാരം കാണേണ്ട വ്യക്തികളല്ലേ നിങ്ങൾ? തീർച്ചയായും ഈ സമരം ഇന്നിവിടെ അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കുടിവെള്ളത്തിന് വേണ്ടിയുള്ള ഈ സമരം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏതാണ്ട് 45 ദിവസത്തിലധികമായി വളരെ സുലഭമായി വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന ഈ കുണ്ടന്നൂർ പ്രദേശത്ത് ഇപ്പോൾ അതൊരു കിട്ടാക്കനിയായി മാറുകയാണ്. കുടിവെള്ളം കിട്ടാതെ വലയുമ്പോൾ എങ്ങനെ ഒരു ഭരണാധികാരിക്ക്, ഒരു ജനപ്രതിനിധിക്ക് ഇതിനകത്ത് ഇടപെടാതിരിക്കാൻ കഴിയുന്നു? അപ്പോൾ ഇതൊന്നും ശരിയായ നടപടിയല്ല. ഇപ്പോൾ ചെയർമാനും കൂട്ടനും പോയിട്ടുള്ളത് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലേക്കാണ്. ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് സമരം നടത്തണമെന്ന് കഴിഞ്ഞ ദിവസം കൗൺസിലർമാരുടെ ഗ്രൂപ്പിനകത്തൊരു മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ അതിനകത്തൊരു കമൻറ്റ് ചെയ്തു. ആ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ വാട്ടർ അതോറിറ്റി ഓഫീസിനകത്തും അതിൻ്റെ മുന്നിൽ പോയിരുന്നു, ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ പോയിരുന്നു സമരം ചെയ്ത് ഒരു ഫോട്ടോ എടുത്ത് നാട്ടിലാകെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ സമരത്തിന് ഞങ്ങളില്ല. മറിച്ച് സമരത്തിൻ്റെ നമ്മുടെ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അവരെ ബോധ്യപ്പെടുത്തി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നവരവിടെ കുത്തിയിരിക്കാൻ തയ്യാറാണെങ്കിൽ സമരത്തിന് വരാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതായാലും നിങ്ങളുടെ ഈ സമരത്തിൽ ഐക്യദാർഢ്യം രേഖപ്പെടുത്തിയതിനു ശേഷം ഞങ്ങളും ആ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. ചെയർമാനും കൂട്ടരും 11 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പോന്നാലും ശരിയാണ്, ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാർ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പോരൂ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം ഇത് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടി നടത്തുന്ന സമരമല്ല, ഇത് കുടിവെള്ളത്തിൻ്റെ സമരമാണ്. ഇത് ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത ഈ സംവിധാനത്തിനകത്ത് വന്നിട്ടുള്ള ഈ തകരാറിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഈ രാവിലെ മുതലുള്ള ഒരു ദിവസത്തെ ജോലി തന്നെ ഒഴിവാക്കി നിങ്ങളിൽ പലരും ഈ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ഗതി കിട്ടാതെ ഒരു നിവൃത്തിയുമില്ലാതെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഉന്നയിച്ച് മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ വരുന്ന ആളുകളോട് നിങ്ങൾക്കെതിരായി കേസെടുക്കും, ഞാൻ പോലീസിനെ വിളിക്കുമെന്നൊക്കെ ആക്രോശിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത്? ഞങ്ങളിവിടെ ഈ മുനിസിപ്പൽ ഓഫീസിൻ്റെ മുന്നിലേക്ക് വരുന്നത് ഈ മുനിസിപ്പാലിറ്റി ആക്രമിക്കാനോ ഉദ്യോഗസ്ഥന്മാരെ തല്ലി ഓടിക്കാനോ ഒന്നുമല്ല, ഞങ്ങളുടെ സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ്. സുരക്ഷിത കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഏത് ഉദ്യോഗസ്ഥനായാലും ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരായി കേസെടുക്കും, പോലീസിനെ വിളിക്കും എന്നൊക്കെ പറയാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത്? അപ്പോൾ അത്തരത്തിലുള്ള ഓലപ്പാമ്പിനെ കാണിച്ചൊന്നും ഞങ്ങൾ ആരും ഭീഷണിപ്പെടുത്തുന്ന കാര്യം ബന്ധപ്പെട്ട ആളിന് ഓർത്തോളണം. അതുകൊണ്ട് ഈ കുടിവെള്ളത്തിൻ്റെ സമരത്തിൻ്റെ പേരിൽ ഞങ്ങളെല്ലാവരും തൂക്കിക്കൊല്ലാനാണ് പോകുന്നതെങ്കിൽ ആ മരണക്കയർ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ ബാക്കിയുള്ള ആളുകളിൽ ഇരുന്നുള്ള വെള്ളം കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഭീഷണികളൊന്നും ഇവിടെ വിലപ്പോവില്ല എന്ന കാര്യം കൂടി ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വളരെ ഇന്ന് നിരവധിയായ പരിപാടികൾ ഉണ്ടായിട്ടും അതെല്ലാം ഒഴിവാക്കി ഈ സമരത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പങ്കെടുത്തിട്ടുള്ള കുണ്ടന്നൂർക്കാരൻ പൗരസമിതിയുടെ എല്ലാ പ്രവർത്തകരെയും സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതിനകത്തൊരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു ജാതിയോ മതമോ ഒന്നും കൂട്ടിക്കലർത്താതെ ഒറ്റക്കെട്ടായി വരുന്നൊരു സമരമാണ്. ഇങ്ങനെ നിങ്ങളൊരു സമര പ്രഖ്യാപനം ഇവിടെ നടത്തി ഇവിടെ സമരം ചെയ്യുമ്പോൾ
കൗൺസിലർമാരായി ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു ഐക്യദാർഢ്യവുമായി എത്തിച്ചേർന്നിരിക്കുന്നത്. കൗൺസിലേഴ്സിന്റെ ഗ്രൂപ്പിൽ നിങ്ങളുടെ സമര പ്രഖ്യാപനം കണ്ടാണോ എന്നറിയില്ല. ചെയർമാൻ കൗൺസിലർമാരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് സിഇയുടെ ഓഫീസിലേക്ക് ഒരു സമര പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഏതായാലും അത് രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ നേരിടുന്നില്ല. കാരണം നമുക്ക് കുടിവെള്ളമാണ് കിട്ടേണ്ടത്. ആ കുടിവെള്ളം കിട്ടുന്നതിന് ഏത് സമരത്തിന്റെ കൂടെയും നമ്മൾ പങ്കെടുക്കേണ്ടതാണ്. കാരണം കുടിവെള്ളം എന്നത് ഒരു ജനത്തിന്റെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അതുകൊണ്ട് തന്നെ ആ സമരത്തിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നിരുന്നാലും ഈ സമരത്തിലേക്ക് വന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ നടക്കണമെന്ന് കണ്ടുകൊണ്ട് മുന്നിലേക്ക് വന്ന കുണ്ടന്നൂർക്കാരൻ പൗരസമിതിക്ക് എല്ലാവിധത്തിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമരം ആരംഭിച്ചപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച, കുടിവെള്ളം ചോദിച്ചു വരുന്ന ഒരാളെ വീടിന് പുറത്താക്കുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ സെക്രട്ടറി പെരുമാറിയത്. ഏതാണ്ട് 48 ദിവസമായി ഒരു പ്രദേശത്ത് കുടിവെള്ളമില്ലാതെ അവിടുത്തെ ആളുകളുടെ ജീവിതം ദുരിതപൂർണമായ സാഹചര്യത്തിൽ അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ഏക സ്ഥാപനം മുനിസിപ്പൽ ഓഫീസാണ്, അതുപോലെ മുനിസിപ്പൽ കൗൺസിലർമാരാണ്. ഇപ്പോൾ 48 ദിവസമായിട്ട് ഇതിന് പരിഹാരം കാണാതെ ഇപ്പോൾ സാധാരണഗതിയിൽ അവരെന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും അവർ വളരെ സമാധാനപരമായിട്ടാണ് ഈ ഓഫീസിന് മുമ്പിൽ സമരത്തിന് വന്നത്. അവരോട് ഇറങ്ങി പുറത്തു പോകാൻ പറഞ്ഞ സെക്രട്ടറിയുടെ നടപടി വളരെ അപലപനീയമാണ്. അത് അദ്ദേഹം അങ്ങനെ സ്വീകരിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇത് പൊതുജനങ്ങളുടെ വിഷയമാണ്. മറ്റു വിഷയങ്ങളെ പോലെയല്ല കുടിവെള്ള പ്രശ്നം കാണേണ്ടത്. കൗൺസിലർമാരിപ്പോൾ മാറി മാറി കൗൺസിലർമാരെല്ലാം വാട്ടർ അതോറിറ്റി മുമ്പിൽ സമരം ചെയ്യുന്നുണ്ട്. എല്ലാ കൗൺസിലർമാരും പോകുന്നത് നമുക്ക് കാണുന്നതാണ്. MLA സമരം ചെയ്യുകയാണ്. ഇനി മന്ത്രി കൂടി വന്ന് സമരം ചെയ്യാനുള്ള ഉദ്യോഗസ്ഥർ മുമ്പിൽ. ഇതാരാണിത് പരിഹരിക്കേണ്ടത്? പൊതുജനത്തിന്റെ ചോദ്യം ഇത് ആരാണ് ഇതിന് പരിഹാരം കാണേണ്ടത്? മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യമായ കുടിവെള്ളം ക്ഷാമം പരിഹരിക്കുവാൻ അതിലെന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ ആരാണിത് ചെയ്യേണ്ടത്? ഉദ്യോഗസ്ഥരും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വവും ജനപ്രതിനിധികളാണ്. കുടിവെള്ള സമരം സിന്ദാബാദ്.